ഓയ് ഡ്രൈവർ പെയിൻ തല തോർത്ത്. കയ്യിലാകെ വെള്ള. അത് തുടയ്ക്കാനല്ലേ ഇത്. എന്നെ വെള്ളത്തിൽ തള്ളിവിട്ട ആൾ എന്നെ തലയോർത്ത് തന്നാ മതി. അയ്യടാ, എന്തൊരു നടക്കാത്ത ആഗ്രഹം. ആഗ്രഹമൊന്നുമല്ല, അതാണ് മര്യാദ. താനല്ലേ എന്നെ തള്ളിയിട്ടത്. എനിക്ക് അല്പം മര്യാദ കുറവാ. കുറവല്ല, ഇല്ല. താൻ തോർത്തു തന്നില്ലെങ്കിലേ ഞാൻ തല തോർത്തുന്നില്ല. വേണ്ട, താനിങ്ങനെ നടക്ക്. ആ അതെ, ഇങ്ങനെ അങ്ങ് നടന്നോളാം. ഓക്കെ. തല തോർത്താതെ തലയിൽ വെള്ളം ഇറങ്ങി പനി പിടിച്ച് അത് പിന്നെ ടൈഫോയിഡ് ആയിട്ട് അത് പിന്നെ ന്യൂമോണിയായി മാറി ശരശയെ കിടന്ന് ഞാനങ്ങ് അന്തരിച്ചു പൊക്കോളാം. സാരമില്ല കുട്ടി, ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ സംസാരിക്കരുത് കുട്ടി. ചെയ്യുന്ന ഉപകാരങ്ങൾ ഞാൻ ആരോടും പറയാറില്ല, അതെനിക്ക് ഇഷ്ടമല്ല. കുട്ടിയുടെ ഏതൊരു കാര്യത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവനാ ഞാൻ. അച്ഛനെ രക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോ മുന്നും പിന്നും നോക്കാതെ കൂടെ ഇറങ്ങി പുറപ്പെട്ടോല്ല ഞാൻ. ഉപകാരം ചെയ്തിട്ട് വിളിച്ചു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എങ്കിലും നാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോ കൂടെ വന്ന് എല്ലാ സഹായവും ചെയ്തു തന്നവനാ ഞാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ട് അത് വിളിച്ചു പറയുന്നത് മഹാമോശ. എങ്കിലും കോടതിയിൽ ഒരു നിർണായക സമയത്ത് വക്കീൽ കോട്ടിട്ട് വാദിച്ചവനാ ഞാൻ. വലത് കൈ കൊടുക്കരുത്, ഇടത് കൈക്ക് തെറിയക്കൂടാതെ എന്ന് തമിഴ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആണാലും എപ്പടി ചൊല്ലാമ ഇറക്ക മുടിയും. നാട്ടിൽ പോണം പോണം എന്ന് വാശി പിടിച്ചപ്പോ കൂടെ വന്ന് എല്ലാ സഹായവും ചെയ്തു തന്നവനാ ഞാൻ. അതും ജീവൻ പോലും പണിയും വെച്ച്. ആ എനിക്കൊന്ന് തല തോർത്ത് തരാൻ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോ അത് സാരമില്ലെന്ന് പറഞ്ഞ കുട്ടിയുടെ ആ കഠിന ഹൃദയം ഉണ്ടല്ലോ, ഹൃദയം, അത് ഞാൻ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും. ഉപകാരം ചെയ്തിട്ട് അത് പറയുന്ന വൃത്തിയായിട്ടല്ല ഞാൻ. ഓയ് ഡ്രൈവർ പയ്യൻ, എന്തോ ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. താൻ ഇനി എന്തോ പറയാൻ ബാക്കിയിരിക്കുന്നു. പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞില്ലേ? ഇപ്പൊ തന്റെ ആവശ്യം എന്താ? തല തോർത്തി തരണം, അത്രയല്ലേ ഉള്ളൂ. ഇനി ഇതും വിളിച്ചു പറഞ്ഞു പോയിക്കൊണ്ട് നടക്കരുത്. ഇല്ല, സത്യം.